ഈ സി പി എമ്മും സർക്കാരും ഈ നേതാക്കന്മാരെല്ലാം പണം വെച്ചിട്ട് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് AK സെൻറ്ററിന് മുമ്പിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലോ ഒട്ടിച്ചു വെക്കേണ്ട സമയമായി. കോൺഗ്രസ് ആണ് സത്യത്തിൽ സി പി എമ്മിൻ്റെ ഐശ്വര്യം. കയ്യിൽ കിട്ടിയ ഒരു 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 മാതൃകാപരമായ നടപടിയെടുത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ നടപടിയെടുത്ത കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി കളഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിൽ തല്ലിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷിൽ ഒരു 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 ഗംഭീരമായ ഒരു കേസിൽ സ്വയം തോറ്റുകൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. നിങ്ങളാണ് ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. 4 മാസം കഴിഞ്ഞാൽ കേരളം ഒത്തൊരുമിച്ച് ഭരിച്ച് ഈ സർക്കാരിൻ്റെ കുഴപ്പങ്ങളെ തുറന്നു കാട്ടി ഭരണം പിടിക്കുമെന്ന് പറയുന്നത്. ലജ്ജിക്കണം. ഒരു സംവിധാനം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത, തമ്മിൽ തല്ലുന്ന ഒരു ആൾക്കൂട്ടമായി അധപ്പതിക്കുന്ന കോൺഗ്രസിനെയാണ് ഏറ്റവും അവസാനം ഇന്നത്തെ വീക്ഷണം പത്രത്തിലൂടെയും അതുപോലെ തന്നെ ഇന്നത്തെ KPCC ഏറ്റവും പുതിയ KPCC ജനറൽ സെക്രട്ടറിയുടെ തുറന്നു പറച്ചിലൂടെയും ഉണ്ടായത്. എങ്ങനെയാണ് ഇവർക്കതൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അത്ഭുതം. എന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ജീവനാണ് മറുവശത്ത്. അപ്പോഴാണ് അവരെ തോൽപ്പിക്കാനായി എൻ്റെ വിവാഹം 1 മാസമേ ഉണ്ടായിരുന്നു പറയുമ്പോൾ സത്യം പറയാനുള്ള ത്വര കൊണ്ടാണത്രേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് നേരിട്ടറിയാം, പിന്നെ സത്യം പറയാനുള്ളതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു എന്ന് പറയുന്നത്. എങ്ങനെ കഴിയുന്നു ഇവർക്കെല്ലാം? അതേസമയം അറസ്റ്റ് വൈകിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട്, അതിന് സംശയമൊന്നും.